699 ഒരു മാസം 10 സിനിമകൾ കാണാൻ പറ്റുന്ന ഒരു പ്ലാനിനെ പറ്റി ഞാൻ മുമ്പ് പറഞ്ഞായിരുന്നു. നിങ്ങൾക്ക് ഓർമ്മ കാണും. വേറെ ഒരു പ്ലാനും അല്ല, നമ്മുടെ PVR ഐനോക്സിന്റെ പാസ്പോർട്ട് എന്ന് പറഞ്ഞ പുതിയൊരു പ്ലാൻ അവർ കൊണ്ടുവന്നായിരുന്നു. പക്ഷേ അന്നത്തെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ സൗത്ത് ഇന്ത്യയിൽ അവൈലബിൾ അല്ലായിരുന്നു കേട്ടോ. പക്ഷെ നല്ല പ്ലാൻ ആയിരുന്നു. ഇത്രയും സിനിമകൾ നമുക്ക് ഈ 699 കാണാൻ പറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നല്ല പ്ലാൻ തന്നെ ആയിരുന്നു. അപ്പോൾ അന്നത്തെ ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് സൗത്ത് ഇന്ത്യയിൽ അവൈലബിൾ അല്ലാത്തത് കൊണ്ട് തന്നെ നമുക്കത് കാണാൻ പറ്റുന്നില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ സൗത്ത് ഇന്ത്യയിൽ അത് ആപ്ലിക്കബിൾ ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ എവിടേക്കാണെന്ന് ചോദിക്കുകയാണെങ്കിൽ അവരെ ഇപ്പോൾ സോൺ ബി എന്ന് പറഞ്ഞൊരു കാറ്റഗറി തിരിച്ചിട്ടുണ്ട്. ആ സോൺ ബിയിൽ വരുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ തമിഴ്നാട്, പുതുച്ചേരി, ആന്ധ്രാപ്രദേശ്, തെലുങ്കാന, പിന്നെ നമ്മുടെ കൊച്ച് കേരളവും ഇതിനകത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സോൺ ബി കാറ്റഗറിയിൽ ഇവർ ഒന്നല്ല 2 പ്ലാൻസ് ആണ് ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് ചോദിക്കുവാണെങ്കിൽ എനിക്ക് നോക്കിയിട്ട് വളരെ ബെസ്റ്റ് പ്ലാൻ ആയിട്ടാണ് തോന്നിയത്. അപ്പോൾ കേരളത്തിൽ ഇത് എവിടൊക്കെയാണ് നമുക്ക് ഈ പ്ലാൻസ് ഉപയോഗിക്കാൻ പറ്റുന്നത് എന്ന് ചോദിക്കുവാണെങ്കിൽ 3 ജില്ലകളിലായിട്ടാണ് നമ്മുടെ PVR ഐനോക്സിന്റെ തിയേറ്റേഴ്സ് വരുന്നത്. നിങ്ങൾക്കറിയാലോ, ട്രിവാൻഡ്രത്തുണ്ട്, കൊച്ചിയിലുണ്ട്, അതുപോലെ തന്നെ തൃശ്ശൂരും വരുന്നുണ്ട്. അപ്പോൾ ഈ 3 സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് ഈ പ്ലാൻസ് ഉപയോഗിക്കാനായിട്ട് പറ്റും. അപ്പോൾ അതിലെ ആദ്യത്തെ പ്ലാൻസിന്റെ ടേംസ് ആൻഡ് കണ്ടീഷൻ എന്തൊക്കെയാണെന്ന് ചോദിക്കുവാണെങ്കിൽ നമുക്ക് ഇതിനകത്ത് കിട്ടുന്ന ബെനിഫിറ്റ് എന്താണെന്ന് ചോദിക്കുവാണെങ്കിൽ 90 ദിവസത്തേക്ക്, അതായത് നമുക്ക് 3 മാസം എന്ന് പറയാം, 90 ദിവസത്തേക്ക് നിങ്ങൾക്ക് 12 സിനിമകളാണ് കാണാനായിട്ട് പറ്റുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, 12 സിനിമകൾ നിങ്ങൾക്ക് കാണാനായിട്ട് നിങ്ങൾ നോർമൽ തിയേറ്ററിൽ പോവുകയാണെങ്കിൽ നിങ്ങളുടെ ചിലവ് എന്താണെന്നുള്ള കാര്യം നിങ്ങളൊന്ന് നോക്കിയോ. ടിക്കറ്റ് റേറ്റ് മാത്രമേ കൂട്ടാവുള്ളേ. അപ്പോൾ അത് ഒന്ന് നോക്കി വെച്ചോ. അപ്പോൾ ഈ 12 സിനിമകൾ എങ്ങനെ കാണാം എന്ന് ചോദിക്കുവാണെങ്കിൽ അതിന് കുറച്ച് ടേംസ് ആൻഡ് കണ്ടീഷൻ ഉണ്ട്. എല്ലാ ദിവസവും പോയി കാണാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ പറ്റത്തില്ല. മൺഡേ ടു തേഴ്സ്ഡേ വരെയാണ്, തിങ്കൾ തൊട്ട് വ്യാഴം വരെ നിങ്ങൾക്ക് തിയേറ്ററിൽ പോയി കാണാനായിട്ട് പറ്റും. അതും ഒരാഴ്ച ഒരു സിനിമ മാത്രമേ കാണാനായിട്ട് പറ്റത്തുള്ളൂ. അത് നിങ്ങൾക്ക് ഈ 12 സിനിമകൾ തന്നെ എന്താ പറയുക, ഈ അടുത്തടുത്തായിട്ട് എടുത്ത് തീർക്കാൻ പറ്റുമെന്ന് വെച്ചാൽ അങ്ങനെയും പറ്റത്തില്ല. ഓരോ ആഴ്ചയിൽ നിങ്ങൾക്ക് ഓരോ സിനിമ മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഒരു മാസം 4 സിനിമകൾ കാണാൻ പറ്റും, അടുത്ത മാസം 4 സിനിമ, അതിനടുത്ത മാസം 4 സിനിമ, അല്ലേ? അത് വളരെ എന്താ പറയുക കൺവീനിയൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മളും അങ്ങനെയാണ് പൊതുവേ കാണാറുള്ളത്. ആഴ്ചയിൽ നമ്മൾ ചിലപ്പം ഒരു സിനിമ കാണാറുണ്ട്. പിന്നെ നല്ല സിനിമകളൊക്കെ വരുവാണെങ്കിൽ 2 സിനിമ കാണും. അത് നെക്സ്റ്റ് വീക്കിലേക്ക് ചിലപ്പോൾ സ്കിപ്പ് ചെയ്യേണ്ടതായിട്ട് വരും കേട്ടോ. അപ്പോൾ ഇതാണ് ഇതിന്റെ ടേംസ് ആൻഡ് കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ഇത് കൂടാതെ നിങ്ങൾക്ക് ഫുഡ് ആൻഡ് ബിവറേജിലും ഒരു ഓഫർ അവർ തരുന്നുണ്ട്. നിങ്ങൾ ഓരോ തവണ വിസിറ്റ് ചെയ്യുന്ന സമയത്തും അവർ 50 രൂപയുടെ ഒരു വൗച്ചർ നിങ്ങൾക്ക് തരുന്നുണ്ട് കേട്ടോ. അങ്ങനെ അത് 7 തവണ ഉപയോഗിക്കാം. അപ്പോൾ അങ്ങനെ 7 × 50 നോക്കുവാണെങ്കിൽ 350 രൂപയുടെ ഫുഡ് ആൻഡ് ബിവറേജിന്റെ വൗച്ചറാണ് നിങ്ങൾക്ക് കിട്ടാനായിട്ട് പോകുന്നത്. അങ്ങനെ ഒരു ഓഫറും ഇതിന്റെ കൂടെ അഡീഷണൽ ആയിട്ട് വരുന്നുണ്ട്. പിന്നെ ഇത് നിങ്ങൾക്ക് സ്പെഷ്യൽ ഫോർമാറ്റുകളൊന്നും ഉപയോഗിക്കാനായിട്ട് പറ്റത്തില്ല. IMAX, 4DX അറിയാലോ, അങ്ങനത്തെ സ്പെഷ്യൽ ഫോർമാറ്റുകളൊന്നും ഉപയോഗിക്കാനായിട്ട് പറ്റത്തില്ല. അത് മാത്രമല്ല, നിങ്ങളിപ്പോഴേ ഇപ്പോൾ ഒരു മാസം ഞാൻ പറഞ്ഞല്ലോ 4 സിനിമ നിങ്ങൾ കാണണം എന്നുള്ള, അങ്ങനെ ഈ ഒരു വാലിഡിറ്റിക്കുള്ളിൽ നിങ്ങളിത് കണ്ടു തീർത്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അടുത്ത മാസത്തേക്ക് ഇത് ക്യാരി ഫോർവേഡ് ചെയ്ത് കിട്ടും എന്നൊന്നും വിചാരിക്കേണ്ട. അങ്ങനെ പരിപാടിയൊന്നുമില്ല. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് 90 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് 12 സിനിമകൾ കാണാനായിട്ട് പറ്റും. അപ്പം ഇതിനും നിങ്ങൾ മുടക്കേണ്ട തുക എത്രയാണെന്ന് ചോദിക്കുവാണെങ്കിൽ വെറും 1047 രൂപയാണ്. നിങ്ങൾ ചോദിക്കുക 1047 രൂപയോ, എത്രയൊക്കെ മുടക്കണോ? പക്ഷെ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, 12 സിനിമ കാണാനായിട്ട് നിങ്ങൾക്ക് എത്ര രൂപ ചിലവ് വരും? അത് വെച്ചിട്ട് നിങ്ങളൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയോ. അങ്ങനെ നോക്കുന്ന സമയത്ത് ഇതൊരു നല്ല ബെസ്റ്റ് ഓഫറായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ PVR അടുത്തുള്ള ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്ന കാര്യം തന്നെയാണ് കേട്ടോ. ഇനി അടുത്ത ഓഫർ എന്ന് പറയുവാണെങ്കിൽ അത് ഒരു മാസത്തേക്കുള്ളതാണ്. 30 ദിവസത്തേക്കുള്ള ഓഫറാണ് അടുത്ത് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഒരു മാസം, അതായത് 30 ദിവസത്തിനുള്ളിൽ നമുക്ക് 4 സിനിമകൾ കാണാൻ പറ്റും. പിന്നെ ടേംസ് ആൻഡ് കണ്ടീഷൻ ഞാൻ നേരത്തെ പറഞ്ഞ അതൊക്കെ തന്നെയാണ്. മൺഡേ ടു തേഴ്സ്ഡേ, അതുപോലെ തന്നെ ഒരു ദിവസം ഒരു സിനിമയെ കാണാൻ പറ്റൂ, ഒരു വീക്കിൽ ഒരു സിനിമയെ കാണാൻ പറ്റൂ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു 4 സിനിമ കാണാൻ വേണ്ടിയിട്ട് ചിലവാകുന്ന പൈസ എന്ന് ചോദിക്കുവാണെങ്കിൽ വെറും 349 രൂപ മാത്രമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ആവറേജ് വെച്ച് കാൽക്കുലേറ്റ് ചെയ്താൽ പോലും നിങ്ങൾക്ക് നമ്മൾ സാധാരണ കാണുന്നതിനേക്കാളും കുറവായിട്ടുള്ളൊരു ഓഫറായിട്ടാണ് വരുന്നത്. പിന്നെ ഞാൻ പറയല്ലോ, ആ സ്പെഷ്യൽ ഫോർമാറ്റിന്റെ കാര്യം ഓർത്തോണം, അതുപോലെ തന്നെ റിക്ലൈനറിന്റെ കാര്യം ഓർത്തോണം. അപ്പോൾ ഇതിൽ ബുക്ക് ചെയ്തിട്ട് പോയി റിക്ലൈനറൊന്നും പോയി ഇരുന്നേക്കരുത്. അവിടെ നിങ്ങൾക്ക് അതിന്റെ പ്രൈസ് തന്നെ വരും. ഈ റിക്ലൈനറൊന്നും ഇതിനകത്ത് ആപ്ലിക്കബിൾ അല്ല കേട്ടോ. അത് നിങ്ങൾ മനസ്സിൽ ഓർത്ത് വെച്ചോ. അപ്പോൾ ഇതൊരു ബെസ്റ്റ് ഓപ്ഷൻ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക, ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ വിട്ടുതരാം. പിന്നെ ഇത് വെറുതെ കയറിയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഒന്നെങ്കിൽ PVR ഐനോക്സിന്റെ വെബ്സൈറ്റ് അല്ലെങ്കിൽ അവരുടെ ആപ്പിൽ മാത്രമാണ് ഇത് ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്. ബാക്കി എന്തെങ്കിലും ടേംസ് ആൻഡ് കണ്ടീഷൻ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കിയോ, താല്പര്യം ഉണ്ടെങ്കിൽ എടുക്കാം കേട്ടോ.